കോഴിക്കോട്ടേക്ക് പോയാൽ അവിടെ പൂനൂർ പുഴയും ചെറുപുഴയും ഒക്കെ കരകവിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കൊടുവള്ളിക്ക് സമീപം അബ്ദുൾ സമദ്, സൈനുദ്ദീൻ എന്നിവരുടെ വീടുകളിൽ വെള്ളം കയറി. ദേശീയപാതയിൽ വടകര മുക്കാളിയിലും തലയാട് റോഡ് 26 മൈലിലും റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. പ്രദേശത്ത് മഴ ഇപ്പോഴും ഉണ്ട്. അതേപോലെ പാലാഴിയിലും വെള്ളം കയറിയിട്ടുണ്ട്. സരീഷ് പി കെ വിവരങ്ങളുമായി ചേർന്നു. സരീഷ്, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ കുറച്ചൊഴിഞ്ഞു എങ്കിലും കോഴിക്കോട്ട് അത്ര കണ്ട് സുഖകരമായ അവസ്ഥയല്ല. ഇപ്പൊ ഇന്നലെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒക്കെ ശക്തമായ മഴയും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അതേപോലെ വെള്ളക്കയറ്റവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ സ്ഥിതി ഏറെക്കുറെ ശാന്തമാണ്. പക്ഷെ കോഴിക്കോട്ട് അങ്ങനെ ആശ്വസിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കാരണം മഴയുണ്ട്, മഴയ്ക്കൊപ്പം തന്നെ പുഴകൾ കരകവിഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങൾ ഇന്നും കാണുന്നു, വീടുകളിൽ വെള്ളം കയറുന്നത് ഇന്നും കാണുന്നു. അപ്പൊ എന്താ അവിടുത്തെ ഒരു അവസ്ഥ? ഇന്നലെ രാത്രി തുടർച്ചയായി മഴ പെയ്തു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാണുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് ഇടവിട്ടുള്ള മഴ മാത്രമാണ് ഉള്ളത്. ചിലപ്പോൾ മഴ മാറി നിൽക്കുന്നു, ചിലപ്പോൾ ചാറ്റൽ മഴയാണ്, ചില സമയത്ത് ശക്തമായ മഴ, അങ്ങനെ ഇടവിട്ടുള്ള മഴ മാത്രമാണ് ഇന്നുണ്ടാകുന്നത്. പക്ഷേ ഇന്നലെ രാത്രി തുടർച്ചയായി മഴ പെയ്തിരുന്നു. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പല മേഖലകളിലും വെള്ളം കയറുകയും പല വീടുകളും വെള്ളത്തിനടിയിലാവുകയും അതിനകത്തൊക്കെ വെള്ളം കയറുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. ഇപ്പോൾ അല്പസമയം മുൻപാണ് വടകര, അതായത് ഇന്ന് പുലർച്ചെയാണ് വടകര മുക്കാളി ദേശീയപാതയിൽ മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ദേശീയപാത എന്ന് പറയുന്നത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാതയാണ്. അവിടെയാണ് ഈ സുരക്ഷാ ഭിത്തി ഉൾപ്പെടെയുള്ളവ മറിഞ്ഞു വീഴുകയും അതിനുശേഷം മണ്ണ് ഈ റോഡിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ നിലവിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇനിയും മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ മേഖലകളിൽ നിന്ന് നേരത്തെ തന്നെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ അപാകതകളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അനധികൃതമായി മണ്ണെടുക്കുകയും കൃത്യമായിട്ടല്ല ഈ നിർമ്മാണം നടക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാതികളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആ വടകര മുക്കാളി ഭാഗത്തുകൂടി മണ്ണിടിച്ചൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് അപകടമുണ്ടായത്. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്താണ് കല്ലും മണ്ണും ഉൾപ്പെടെയുള്ളവ ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും ആശ്വാസകരമെന്ന് പറയുന്നത് ആ സമയത്ത് കൂടുതൽ വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഏറെ ആശ്വാസം. ഒരുപക്ഷെ അത് പകൽ സമയത്തായിരുന്നെങ്കിൽ ആ ഭാഗത്തുകൂടി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖലയാണ്. ഒരുപക്ഷെ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പല മേഖലകളിലും മാവൂര്, ചാത്തമംഗലം, പെരുവയൽ പഞ്ചായത്തുകളിൽ വ്യാപകമായി വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാണ്. അതോടൊപ്പം തന്നെയാണ് സമാനമായി ഈ കക്കയം തലയാട് റോഡിൽ 26 മൈലിൽ മണ്ണിടിച്ചൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ 28 മൈലിനടുത്ത് ഈ ഇലച്ചോട്ടിൽ അവിടെ റോഡരികിൽ കരിങ്കലിന്റെ കെട്ട് അത് വിണ്ടുകീറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പല വീടുകളിലും വെള്ളം കയറുകയും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പാലാഴിയിൽ അല്പസമയം മുൻപ് നമ്മൾ അവിടെയായിരുന്നു. ആ പാലാഴിയിൽ 2 വീടുകളിൽ പൂർണ്ണമായി വെള്ളം കയറിയിട്ടുണ്ട്. അതിൽ ഒരു വീട്ടിലെ ആളുകൾ മാറി താമസിക്കാൻ തയ്യാറാണ്. മറ്റൊരു വീട്ടിലെ ആളുകൾ അതിന്റെ വീടിന്റെ 1-ാം നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. അവിടെ താമസിക്കാം, മറ്റു ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറുന്നില്ല എന്നൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പല മേഖലകളിലും ഇപ്പോൾ പേരാമ്പ്ര മേഖലയിൽ ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ അത്രത്തോളം മഴ ഇല്ലാതിരുന്ന ഒരു മേഖലയാണ് പേരാമ്പ്ര. അതോടൊപ്പം തന്നെ നാദാപുരം, വിലങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഇനിയും വെള്ളത്തിന്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. വെള്ളം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും ആശ്വാസകരമെന്ന് പറയുന്നത് ഇന്നലെ പ്രശ്നമുണ്ടായിരുന്ന ഈ ചുരം, താമരശ്ശേരി ഉൾപ്പെടെയുള്ള ആ മേഖലകളിൽ ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ചുരത്തിൽ ഇന്നലെ വൈകിട്ടോടെ ചില മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ അപായ സൂചനയോ ഒന്നും തന്നെ ഇല്ല. അവിടെ മഴയ്ക്ക് അല്പം കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ഇന്നലെ ഈങ്ങാപ്പുഴയിൽ ഏതാണ്ട് ഒരാൾപക്കത്തിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്രത്തോളം പ്രതിസന്ധിയില്ല. പക്ഷേ എന്തായാലും വരും മണിക്കൂറുകളിലും സമാനമായി മഴ പെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ താഴ്ന്ന പ്രദേശങ്ങളിൽ മുഴുവൻ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പുഴകൾ കര കവിഞ്ഞൊഴുകാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ സരീഷേ.